ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്ന 80% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ PPT നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് എന്താണ്, ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് വായിച്ചു നോക്കാം. ഇൻ സച്ച് പ്രോബ്ലംസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒബ്ജക്റ്റ് എക്സെട്ര മേ ഹാവ് ടു ബി അറേഞ്ച്ഡ് ഇൻ എ റോ ഓർ ഇൻ എ സർക്കിൾ ഓർ എനി അതർ വേ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തിനൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പീപ്പിൾസിനെ അറേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ ഒബ്ജക്ട്സിനെ അറേഞ്ച് ചെയ്യാം, പിന്നെ എക്സെട്ര തന്നിട്ടുണ്ട്. എന്തിനു വേണം നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയൊക്കെ ചെയ്യാം, റോ ആയി ചെയ്യാം, അതായത് ഒരു ലൈനിൽ. ചിലപ്പം പ്രോബ്ലംസ് ഇങ്ങനെ വരും. ഒരു ബെഞ്ചിൽ 5 പേര് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് പ്രോബ്ലം വന്നിട്ടുണ്ടാവുക. അതൊരു റോയിന് എക്സാമ്പിളാണ്, റോ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലത്തിന് എക്സാമ്പിളാണ്. പിന്നെ സർക്കിൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ടേബിളിൻ്റെ ചുറ്റും, സർക്കുലാർ ടേബിളിൻ്റെ ചുറ്റും 5 പേര് ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം വരും. ഇതൊക്കെ നമുക്ക് സർക്കുലാർ അറേഞ്ച്മെൻറ്റിനും എക്സാമ്പിളാണ്. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലും അറേഞ്ച്മെൻറ്റ് വരാം. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ് അടുത്ത സ്ലൈഡിൽ ഹെഡിങ് എന്നുള്ളത്. അതിൽ 1 റോ സീക്വൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് എഴുതിയത്, വെൻ ദ ഡയറക്ഷൻ ഓഫ് ഫേസ് ഈസ് നോട്ട് ക്ലിയർ ദെൻ വി ടേക്ക് അവർ സെൽഫ് ആസ് ബേസ് ആൻഡ് ദെൻ ഡയഗ്രാം വിൽ ബി ആസ് ഫോളോസ്. അതായത് ചിലപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ്, അതായത് ആ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാർ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് തന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കിട്ടിയാൽ മാത്രമേ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നോർത്തിലേക്ക് നമ്മൾ അസ്യൂം ചെയ്യുക. നമ്മളിപ്പോൾ നോർത്തിലേക്ക് നോർമലി ഫേസ് ചെയ്തിരിക്കുന്ന പോലെ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വരും, ലെഫ്റ്റ് സൈഡിൽ വരും. അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ABCDE ഉണ്ട്. റൈറ്റ് എൻഡിലാണ് ഇ ഉള്ളത്. അതേപോലെ തന്നെ എ എന്ന് പറയുമ്പോൾ എന്താണ്, ലെഫ്റ്റ് എൻഡിലാണ് ഉള്ളത്. ഇപ്പോൾ ആ ബെഞ്ചാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, എയിൻ്റെ റൈറ്റ് സൈഡിലാണ് ബി ഉള്ളത്, ബിൻ്റെ റൈറ്റ് സൈഡിലാണ് സി ഉള്ളത്, സിൻ്റെ റൈറ്റ് സൈഡിലാണ് ഡി ഉള്ളത്, പിന്നെ ബിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എ ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡയഗ്രാത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, വെൻ ദ ഡയറക്ഷൻ ഓഫ് ഫേസ് ടുവേഴ്സ് യു, അതായത് നമ്മുടെ നേരെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന പോലെ. അപ്പോൾ റൈറ്റ് സൈഡ് എങ്ങോട്ട് വരും, നമ്മുടെ റൈറ്റ് സൈഡിൽ അവിടെ ലെഫ്റ്റ് വരും, നമ്മുടെ ലെഫ്റ്റിൻ്റെ അടുത്ത് റൈറ്റ് വരും. അത്രേ മാറ്റം വരുന്നുള്ളൂ. അതിൻ്റെ ഡയഗ്രം ഇവിടെ തന്നിട്ടുണ്ട്. ABCDE വന്നിട്ടുണ്ട്. എയിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആര് വരിക, ബി വരിക. പിന്നെ ഇൻ്റെ റൈറ്റ് സൈഡിലാണ് ഡി വരിക. അത്രയാണ് ഇവിടെ മാറ്റം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. 2 റോ സീക്വൻസ് തന്നിട്ടുണ്ട്. അതെന്താണ്, ചിലപ്പോൾ 2 ബെഞ്ച് ഓപ്പോസിറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രോബ്ലം വരും. അതിനൊരു എക്സാമ്പിൾ ഡയഗ്രാമാണ് ഇവിടെ തന്നിട്ടുള്ളത്, 2 റോ സീക്വൻസ്. അപ്പോൾ അതിലെന്താണ്, മുകളിൽ PQR വരുന്നുണ്ട്. അതെങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, സൗത്തിലേക്കല്ലേ ഫേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ റൈറ്റിൻ്റെ ഇവിടെ ലെഫ്റ്റാണ് വന്നിട്ടുള്ളത്, പിന്നെ ലെഫ്റ്റിൻ്റെ ഇവിടെ റൈറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ അടിയിലുള്ള STU എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ്, നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ റൈറ്റ് സൈഡ് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. എക്സാമ്പിൾ അല്ല, അതിൻ്റെ പിന്നെ 2 കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലത്തിൽ 2 തരം ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. എന്താണ്, ഫസ്റ്റ് ഡെഫിനിറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. ഡെഫിനിറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എ ഡെഫിനിറ്റ് ഇൻഫർമേഷൻ ഈസ് വൺ വെൻ ദ പ്ലേസ് ഓഫ് ഒബ്ജക്റ്റ് ഓർ മാൻ ഈസ് ഡെഫിനിറ്റ്ലി മെൻഷൻഡ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിൻ്റെ പൊസിഷൻ കറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഡെഫിനിറ്റ് ഇൻഫർമേഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, രണ്ടാമത് കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ട്. ഇൻ സച്ച് ഇൻഫർമേഷൻസ് ദ പ്ലേസ് ഓഫ് ഒബ്ജക്റ്റ് ഓർ മാൻ ഈസ് നോട്ട് മെൻഷൻഡ് ഡെഫിനിറ്റ്ലി ബട്ട് ഓൺലി എ കമ്പാരിറ്റീവ് പൊസിഷൻ ഈസ് ഗിവൺ. അതായത് വേറൊരു വ്യക്തിയിൽ നിന്നും ഇത്ര ദൂരത്തിലാണ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണെന്ന് പറഞ്ഞ് നമുക്ക് തരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ. നമുക്ക് ഡയറക്റ്റ് അത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 5 ഫ്രണ്ട്സ് PQR, S and T സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. അപ്പോൾ നമുക്ക് പ്രോബ്ലം തുടങ്ങി 5 പേരുണ്ട്, 5 പേര് ഒരു ബെഞ്ചിൽ ഇരിക്കുക എന്ന് പറഞ്ഞ് തന്നു.
പക്ഷേ എങ്ങോട്ടേക്കാണ് അവർ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോർത്തിലേക്കാണ് അസ്യൂം ചെയ്തിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് എന്താ, ഒരു ലൈൻ വരച്ചിട്ട് 5 ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 1 2 3 4 5. എങ്ങോട്ടേക്കാണ് അവർ ഫേസ് ചെയ്തിരിക്കുന്നത്? നോർത്തിലേക്ക് അസ്യൂം ചെയ്യുക, തന്നിട്ടില്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ വരും, ലെഫ്റ്റ് സൈഡിൽ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വായിച്ച് നോക്കാം. ഫസ്റ്റ് എന്താണ്, പി ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ക്യൂ. പിയും ക്യൂവും അടുത്തടുത്താണ്. നമുക്കറിയില്ല പി കഴിഞ്ഞിട്ടാണോ ക്യൂ കഴിഞ്ഞിട്ടാണോ പി എന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് വെക്കുക. പിന്നെന്താണ്, ആർ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു എസ്. ആറും എസും അടുത്തടുത്താണെന്ന് അറിയാം. പിന്നെന്താണ്, എസ് ഈസ് നോട്ട് സിറ്റിംഗ് വിത്ത് ടി. എസും ടിയും അടുത്തടുത്തല്ല, അതും മാർക്ക് ചെയ്ത് വെക്കുക. എസും ടിയും അടുത്തടുത്തല്ല. പിന്നെന്താണ്, ടി ഈസ് ഓൺ ദി ലാസ്റ്റ് എൻഡ് ഓഫ് ദി ബെഞ്ച്. ടി ഏതൊരറ്റത്താണ്, ഏതറ്റത്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ടറ്റത്ത് വരച്ച് വെക്കാം, ടി. അത് കഴിഞ്ഞിട്ട് എന്താണ്, ആർ ഈസ് ഓൺ ദി സെക്കൻഡ് പൊസിഷൻ ഫ്രം ദി റൈറ്റ്. റൈറ്റിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലാണ് ആർ ഉള്ളത്. അത് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടും. റൈറ്റ് സൈഡിൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിൽ ആരാണ് വരുന്നത്? ആറാണ് വരുന്നത്. അപ്പോൾ ആറിൻ്റെ പൊസിഷൻ നമുക്ക് കൺഫേം ആയി. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണ്ട. പി ഈസ് ഓൺ ദി റൈറ്റ് ഓഫ് ക്യൂ ആൻഡ് ടി. ക്യൂവിൻ്റെയും ടീൻ്റെയും റൈറ്റിലാണ് പി ഉള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റി. ടി ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ ആരുമില്ല, അപ്പോൾ ടി ഇവിടെ വരില്ല. അപ്പോൾ ടീൻ്റെ പൊസിഷൻ ഇവിടെയാണ് വരിക, ലെഫ്റ്റ് സൈഡ് എൻഡിലാണ് വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഏഴാമതൊരു സ്റ്റേറ്റ്മെൻറ്റിൽ പി ആൻഡ് ആർ സിറ്റിംഗ് ടുഗദർ. പിയും ആറും അടുത്തടുത്താണ്. നമുക്കിവിടെ വരയ്ക്കാം, പിയും ആറും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പം നമുക്കെന്താ, ഇവിടെ എന്ത് ചെയ്യാം, ആറിൻ്റെ അടുത്ത് പി വരച്ച് വെക്കാം. പിൻ്റെ മുന്നേ ആരാണുള്ളത്? നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ, പി ഈസ് ഓൺ ദി റൈറ്റ് ഓഫ് ക്യൂ ആൻഡ് ടി. ക്യൂവിൻ്റെയും ടീൻ്റെയും റൈറ്റിലാണ് പി ഉള്ളത്. അപ്പോൾ ക്യൂ എന്തായാലും ഈ ഗ്യാപ്പിൽ വരണമല്ലോ, ഇവിടെ ക്യൂ വരയ്ക്കാം. പിന്നെ ആകെ റിമൈനിങ് ആയിട്ട് വരുന്നത് ആരാണ്? എസ് അല്ലുള്ളത്, എസ് ഇവിടെയും വരയ്ക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് പൊസിഷൻ പി ഈസ് സിറ്റിംഗ്. പി എവിടെയാണ്? മിഡിലല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ മിഡിൽ പൊസിഷനിലാണ് പി ഉള്ളത്. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. 2022 RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ എത്രയാണ്? 7 പീപ്പിൾസ് BDFKMQ ആൻഡ് W ആർ സിറ്റിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഫേസിങ് നോർത്ത്. എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തത്? നോർത്തിലേക്കാണ്. നോർത്തിലേക്ക് വരുമ്പം റൈറ്റ് സൈഡിലുണ്ടാവും, ലെഫ്റ്റ് സൈഡിലുണ്ടാവും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്രാം വരയ്ക്കണം. അതായത് ഒരു ലൈൻ വരയ്ക്കാം. എത്ര പൊസിഷനാണുള്ളത്? 7 അല്ലേ. 7 പീപ്പിൾസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1 2 3 4 5 6 7 പൊസിഷന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഡി സിറ്റ് സെക്കൻഡ് ഫ്രം വൺ ഓഫ് ദി എക്സ്ട്രീം എൻഡ് ഓഫ് ദി ലൈൻ. അതായത് എൻ പൊസിഷനിൽ നിന്ന് സെക്കൻഡ് ആയിട്ടാണ് ആര് വന്നിട്ടുള്ളത്? ഡി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡീൻ്റെ പൊസിഷന് ഇവിടെയോ ആയിരിക്കും നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഓൺലി 2 പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. ഡിൻ്റെയും എഫിൻ്റെയും ഇടയിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം. ഡിൻ്റെയും എഫിൻ്റെ ഇടയിൽ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? എം സിറ്റ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് എഫ്. എഫിൻ്റെ ഫോർത്ത് റൈറ്റിൽ 1 2 3 4ാമത്തെ റൈറ്റിലാണ് എം ഉള്ളത്. അതും കൂടെ തന്നിട്ടുണ്ട്. നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുമ്പം റൈറ്റ് സൈഡിൽ തന്നെ ആയിരിക്കും കേട്ടോ. മാർക്ക് ചെയ്തില്ല നമ്മൾ. ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കണ്ടീഷൻ വെച്ച് നോക്കാം. അതായത് ഡി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് എൻഡിൽ നിന്ന് രണ്ടാമത് വന്നു എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ,
എഫ് എവിടെ വരിക? എഫിൻ്റെയും ഡിൻ്റെയും ഇടയിൽ 2 പൊസിഷൻ ഉണ്ട്. അപ്പോൾ 2 പൊസിഷൻ മാറിയിട്ട് നമുക്ക് എഫ് അടയാളപ്പെടുത്താം. 1 2. അന്നേരം എഫ് ഇവിടെ വരുമല്ലോ. എഫ് ഇവിടെ വരുവാണെങ്കിൽ എഫിൻ്റെ റൈറ്റ് സൈഡിൽ പിന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 4th. 4ാമതായിട്ടാണ് എം ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ പൊസിഷൻ നമുക്ക് കിട്ടൂല എഫ് ഇവിടെയാണെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് അസംഷൻ തെറ്റിപ്പോയി. ഡീൻ്റെ പൊസിഷൻ എവിടെ വരിക? ഇവിടെ വരും. ഡീൻ്റെയും എഫിൻ്റെയും ഇടയിൽ എത്ര വരെ? 2 പേരുണ്ട്. അപ്പോൾ ഇവിടെയല്ലേ എഫ് വരിക? 2 പൊസിഷൻ ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് എഫിൻ്റെ 4ാമതാണ് ആര് വരുന്നത്? എം വരുന്നത്. നോക്കാം. 1 2 3 4. അന്നേരം ഈ എൻഡിൽ എം വരും. അപ്പോൾ ഇത്രയും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ്? ക്യൂ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഡബ്ല്യു. അതും വരച്ചു വെക്കാം. ഡബ്ല്യുവിൻ്റെ ഫസ്റ്റ് റൈറ്റ് അല്ല, സെക്കൻഡ് റൈറ്റിലാണ് ആരുള്ളത്? ക്യൂ ഉള്ളത്. അപ്പോൾ അത് നമുക്കിവിടെ അടയാളപ്പെടുത്താൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റൈറ്റ് അടയാളപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താ? എഫ് ഇവിടെ വന്നു. സെക്കൻഡ് പൊസിഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിലോ ഡബ്ല്യു ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് റൈറ്റിൽ അടയാളപ്പെടുത്താം. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് റൈറ്റ് അടയാളപ്പെടുത്താൻ പറ്റില്ല. ഇവിടെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റൈറ്റ് അടയാളപ്പെടുത്താൻ പറ്റില്ല. അന്നേരം എന്ത് ചെയ്യും? ഫസ്റ്റിൽ നിന്ന്, അതായത് ഈ ലെഫ്റ്റിൽ നിന്ന് 2ാമത്തെ പൊസിഷനിലായിരിക്കും ഡബ്ല്യു വരിക. എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഡബ്ല്യു കൊടുക്കുക, ബ്ലാക്കിൽ കൊടുക്കുക. ഡബ്ല്യു കൊടുത്തു. ഡബ്ല്യു കഴിഞ്ഞിട്ട് സെക്കൻഡ് റൈറ്റിൽ ആരാണ് വരുന്നത്? ക്യൂ വരുന്നുണ്ട്. അപ്പോൾ ക്യൂ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. കെ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഡബ്ല്യു. കെയും ഡബ്ല്യുവും അടുത്തടുത്തല്ല. ഇനി 2 പൊസിഷൻ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൂ. അപ്പോൾ എന്താണ്? കെ ഇവിടെ വരും. ഇനി ബാക്കിയുള്ളത് എന്താണ്? ബി മാത്രമാണ്. ബി ഇവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി പീപ്പിൾ സിറ്റ് ടു ദി ലെഫ്റ്റ് ഓഫ് ബി. ബിൻ്റെ ലെഫ്റ്റിൽ എത്ര പേരാണുള്ളത്? ബിൻ്റെ ലെഫ്റ്റിൽ ആരുമില്ല. അപ്പം നൺ. സെക്കൻഡ് ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.